നിന്നെ കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുന്നു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? സഹായം വേണ്ട, മേടിച്ച പൈസ കൊണ്ടുതാടാ. അവസരം നീ കളിക്കല്ലേ. ദേവി കണ്ടോ, ഗൾഫ് കേസാ, വളരെ അർജന്റായ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. നീ വണ്ടി വിട്. അത് ശരിയാവൂല. അവസരത്തിൽ നിനക്ക് സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവൂല. എനിക്ക് തരാനുള്ള പൈസയുടെ സീരിയസ്നെസ് നിനക്കും മനസ്സിലാവില്ല. ആഴ്ചയിൽ പുതിയ ഷർട്ടും പാന്റും ഇട്ട് ജെത്തി നടക്കണം. പൈസ ചോദിക്കുമ്പോ എന്താ അത്ര വിഷമം? എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്ക് ഞാനിപ്പോ എത്ര രൂപ തരാം? 900 രൂപ അങ്ങോട്ട് തരണം. 900 രൂപ. ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെയിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? പോയിട്ട് 500 രൂപ. 500. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടാതിരിക്കോ? ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപ ഉണ്ട്? 200 രൂപ ഉണ്ട്. 200 രൂപ. ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തരണം. അതെപ്പോ തരും? എപ്പ തരൂന്ന് പറ. അല്ല വേണം, ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളപ്പോ തന്നാ മതി. എനിക്ക് യാതൊരു വിരോധമില്ല. നിന്നെ പോലെ വഴി പിടിച്ചിരുത്താൻ ഞാനൊരു ദരിദ്രവാസിയല്ല. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, സമയങ്ങളായി. നെഞ്ചിലെ വാഴപ്പൂ കൂടയിൽ എന്നതൂ ഖുശ്ബു എൻ ഖുശ്ബു. ഇവിടെ ഇല്ലേ? പവിത്ര കണ്ടോ? നിനക്കാ ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ. ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരുമെന്ന്. വായിക്കേ, നീ വായിക്കേ. സ്നേഹം മാത്രമുള്ള എന്റെ മരുമകൻ പവിത്രന്. സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബെക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഒരു ഷെയ്ക്കിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക. ഷെയ്ക്ക് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ. നീ ഭാഗ്യവാനാണാ. ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ കടത്തൂടാ. അത് തന്നെ. ഓക്കെ. എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ. നീ എന്നാ പോന്ന്? എന്നാ പോകുന്നു? എപ്പോഴാ പോകുന്നു ചോദിക്ക്. എപ്പോഴാ പോകുന്നത്? ദാ ഇപ്പൊ തന്നെ. അളിയാ, എത്ര കാലമായിടാ നമ്മൾ ഒരുമിച്ച് ഉണ്ടുറങ്ങി കഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. എത്ര ഓണങ്ങളും ക്രിസ്മസുകളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. വാടക വീട്ടിന്റെ വരാന്തയിൽ ആകാശത്തേക്ക് നോക്കിക്കിടന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല. ഓട്ടറ, എന്താ ചെയ്യാ? ഹോട്ടലിൽ നിന്ന് പ്രസീന്നൊക്കെ കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? എല്ലാം ദൈവം കാണിച്ചെന്ന വഴിയാ. താമസിയാ നീയും രക്ഷപ്പെടും. എനിക്കും രക്ഷപ്പെടണം. പിന്നെ എന്റെ കാര്യം ബഷീറോട് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ നാരായണിയമ്മയുടെ വീടിന്റെ വാടകയുടെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ എവിടെ നിന്ന് ഗൾഫിൽ ചെന്ന ഓടുന്ന ഡ്രാഫ്റ്റ് അയക്കൂലടാ. എന്നാ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവിടെ ചെന്ന് ദിനാറുകൾ എണ്ണി മേടിക്കുമ്പോ നീ ഷെയ്ക്കിനോട് എന്റെ കാര്യം പറയാൻ മറക്കരുത്. സമയായി. എന്നാ ഞാൻ പോട്ടെ. പോയി വരട്ടെ എന്ന് പറ. പിന്നെ എന്റെ വിസയുടെ കാര്യം മറക്കരുത്. ശങ്കരമാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു. എങ്ങോട്ട് യാത്ര? നേരെ കിള്ളിക്കുറിച്ച് മംഗലത്തുള്ള അമ്മാവന്റെ വീട്ടിലേക്ക്, അതുവഴി മാപ്രാണത്തുള്ള അമ്മയുടെ മോളുടെ വീട്ടിലേക്ക്, പിന്നെ ബോംബെക്ക്, അവിടെ നിന്ന് പറഞ്ഞ് ഗൾഫിലേക്ക്. അപ്പൊ താനോ? എനിക്കൊരു ശവപ്പെട്ടി മേടിക്കാം. എന്താ ഇവിടെ ഇറങ്ങുന്നേ? അമ്മാവന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട്? അമ്മാവനും ഇല്ല, അമ്മായില്ല. ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ, അവിടുന്ന് മേട്ടുപാളയം, പിന്നെ ഇവിടുന്ന് ഊട്ടി. ഊട്ടിക്കോ? കൈ വെക്കോ. ഊട്ടിയെങ്കിൽ ഊട്ടി, ക്ഷത്രിയനെങ്കിൽ ക്ഷത്രിയൻ. എന്തായാലും എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവായി. നീ നോക്കിക്കോ, ഊട്ടിയിലെ സുഖശീതളമായ കാലാവസ്ഥയിൽ തൃപ്പത്തൂർ കോവിലകത്തെ തമ്പുരാനായി, എല്ലാ സ്വത്തുക്കളുടെ ഉടമയായി ഞാനൊരു രാജാവിനെ പോലെ വിലസുമ്പോ നീ ഗൾഫിലെ ചുട്ടു പൊള്ളുന്ന മണലാരണ്യത്തിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് തെണ്ടുകയായിരിക്കൂടാ തെണ്ടി. എന്റെ അമ്മേ, ഇനിയുണ്ടല്ലോ വേറൊരു കോപ്പൻ. അവൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആകെ ചളവോ. പ്രിയപ്പെട്ട ബഷീർ,
ബഷീർക്ക, ഓ എന്താ ലക്ഷ്മി? ലക്ഷ്മി ഞാനാ. ഓഹോ എന്താ? കുറച്ച് ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ഞാൻ പിണക്കോ? അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോവും. ഇക്കോടെ കല്യാണമാണല്ലേ? എന്നാര് പറഞ്ഞു? ജിമ്മി ചേട്ടനും പവിത്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു. ആണോ? ഓരങ്ങനെ പറഞ്ഞ? എന്താ ശരിയല്ലേ? ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മുടെ കൽബ് കീഴടക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ നിക്കാഹ്? ഇത് എക്സ്ബിഷനിൽ പഠിച്ചാണ്. എടാ ബഷീർ, നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാനുണ്ടോടാ നിനക്ക്? ഈ വീടിന്റെ വാടക വന്നിട്ട് എത്ര മാസമായി? 4-3. ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് പണിയിച്ചതായി വീട്. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പടച്ചന്റെ കൃപ ഒരു കുഴപ്പമില്ല. വാടക ഇനത്തിൽ തന്നെ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അതിന് എന്ന് കിട്ടാനാ? അത് നേരെ നേരത്തിന് മൂക്കുമുട്ട തിന്നാനും നല്ല പാന്റ് ഷർട്ട് ഇടാനും കാശുണ്ടല്ലോ. നല്ലതാണ്. എന്റെ കാശ് തരാൻ പറയുമ്പോ ഒരുമാതിരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുമെന്ന്. ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഈ വീടിന്റെ വാടക കിട്ടിയിട്ടാണ് എനിക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ. അതിന് ഞമ്മളില്ലേ? എന്താ പറഞ്ഞേ? അല്ല, വാടക വരാൻ ഞമ്മളില്ലേന്ന് പറഞ്ഞതാ. നീയും കൂടി ചാടി പോകരുതല്ലോ. ഒരുത്തൻ ഗൾഫിലേക്കെന്നും പറഞ്ഞ് രാവിലെ പോയി, മറ്റവനെ കാണാനില്ല. നിങ്ങൾ നേരാണ് പറഞ്ഞത്. നീ പോയി അന്വേഷിക്കടാ. ദേ വേഗം എന്റെ വീട് ഒഴിഞ്ഞേരണം. ഇന്ന് 5 മണിക്ക് മുമ്പ് എന്നെ കാശ് കിട്ടണം. ഗൾഫിൽ പോയോ? പ്രിയപ്പെട്ട ബഷീർ, ഞാൻ പോകുന്നു. പവിത്രൻ നമ്മെ രണ്ടുപേരെ ഉപേക്ഷിച്ച് ഗൾഫിൽ സ്വർണം കൊയ്യാൻ പോയി. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നാരായണിയമ്മയുടെ വാടകക്കാശും കടകളിലെ പറ്റുകാശും നീ തന്നെ കൊടുക്കണം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് സ്വന്തം ജിമ്മി. എന്ത് ജാതി ക്രാഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്? അത് ശരി, പെട്ടി മാറ്റിയിട്ടാണ് പോയിരിക്കണല്ലേ? ഇബിലീസുകളെ, എങ്ങനെ മനസ്സ് വന്നടാ നിങ്ങൾക്ക് നമ്മളെ വെട്ടി മാറ്റാൻ? ഒരേ പായല് തിന്നും കുടിച്ചും കിടന്ന് ഉറങ്ങിയവരല്ലടാ നമ്മള്. ഇതെന്താണ്? നമ്മളെ കുത്തുവാള എടുപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ നടക്കൂല. എടാ പവിത്ര, ജിമ്മി, ആമ്പറപ്പുകളെ, നിങ്ങൾ ഏത് തുളയിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയാലും